നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 11 വെള്ളിയാഴ്ച, മിഥുനം 27. എഞ്ചിനീയറിംഗ് ഫാർമസി റാങ്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അതിൽ കേരള സിലബസിൽപ്പെട്ട കുട്ടികളൊക്കെ പിന്നാക്കം പോകുന്ന കാഴ്ചയുണ്ട്. സർക്കാർ കൊണ്ടുവന്ന പുതുക്കിയ മാനദണ്ഡങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം നോക്കാം. ഹെഡ്ലൈൻസ്. മോർണിംഗ് ന്യൂസ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിന് പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരീക്ഷയിൽ യോഗ്യത നേടിയ 76,230 പേരിൽ 67,505 പേർ റാങ്ക് ലിസ്റ്റിൽ ഇടം തേടി. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 5ാം റാങ്കുകാരനായിരുന്ന തിരുവനന്തപുരം കവടിയാർ സ്വദേശി ജോഷുവ ജേക്കബ് പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തി. പഴയ ലിസ്റ്റിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനായിരുന്നു 1ാം റാങ്ക്. പുതിയ ലിസ്റ്റിൽ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥിയായ ഷിനോജ് 7ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടു. പുതുക്കിയ ലിസ്റ്റിൽ ആദ്യ 100-ൽ 21 സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇടം പിടിച്ചത്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ഇന്നലെ കോടതിയുടെ വിധി വരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ അതനുസരിച്ച് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഇതിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം, ആദ്യ റാങ്കുകളിൽ ഉണ്ടായിരുന്നവർ പലരും ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിലേ ഇല്ല എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ടല്ലോ, അവരുടെ ഒരു വല്ലാത്ത വേദനയുണ്ട്. അതിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഈ പ്രതികരണങ്ങൾ എത്തിയത് ഇതിനുശേഷം, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം? സ്മിത, ഗുഡ് മോർണിംഗ്. പുതിയ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ സംസ്ഥാന സിലബസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളോട് അനീതി കാണിക്കുന്നുവെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെയാണ് മറ്റു മാർഗങ്ങളില്ലാതെ സർക്കാർ പരിഷ്കരിച്ച റാങ്ക് പട്ടിക ഒഴിവാക്കി പഴയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിതമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി സർക്കാർ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന റാങ്ക് പട്ടികയിൽ ആദ്യ 100 റാങ്കുകളിൽ ഇടം നേടിയ പല വിദ്യാർത്ഥികളും താഴേക്ക് തഴയപ്പെട്ടു എന്നതാണ് വസ്തുത. കാരണം ആദ്യം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 100 റാങ്കിൽ 43 സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നലെ പ്രസിദ്ധീകരിച്ച പുതിയ റാങ്ക് പട്ടിക അനുസരിച്ച് 21 വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ആദ്യ 100 റാങ്കുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല, ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിലെ 1ാം റാങ്കുകാരൻ താഴേക്ക് തഴയപ്പെടുകയും ചെയ്തു. എറണാകുളം സ്വദേശിയായ ഷിനോജിനായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ 1ാം സ്ഥാനം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസിനാണ് 1ാം റാങ്ക്. ഈ ആദ്യ പട്ടികയിൽ 5ാം സ്ഥാനത്തായിരുന്നു ജോഷു. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ആദ്യ റാങ്കുകളിൽ നിന്ന് താഴേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയുമായി മുന്നോട്ട് പോകാനും ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരു ആലോചന നടത്തിയിരുന്നു. പക്ഷേ പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനും ഈ മേൽക്കോടതിയെ സമീപിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിനും സർക്കാർ എത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2011 മുതൽ പിന്തുടരുന്ന പഴയ മാർക്ക് ഏകീകരണ ഫോർമുലയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ അതിന് പിന്നാലെ പുറത്തു വന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട ഫോർമുല പരിഷ്കരിക്കാൻ ഒരു വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഫോർമുല പ്രകാരമുള്ള മാർക്ക് ഏകീകരണം സർക്കാർ നടപ്പിലാക്കിയത്. പക്ഷേ ഈ വർഷം ഈ മാർക്ക് ഏകീകരണം നടപ്പാക്കേണ്ട എന്നതായിരുന്നു വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശയായി നൽകിയത്. കാരണം ആ കാര്യത്തിൽ കൂടുതൽ വിശദമായ പഠനം ആവശ്യമാണെന്ന് വിദഗ്ധ സമിതി പറഞ്ഞിരുന്നു. പക്ഷേ ആ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഈ പുതിയ ഫോർമുലയുമായി സർക്കാർ മുന്നോട്ട് പോയതും അത് തിരിച്ചടിയാവുകയും ചെയ്തത്. സ്മിത. യെസ്, MG പ്രതീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് രൂക്ഷം. VC എതിർത്തെങ്കിലും സർവകലാശാല ദൈനംദിന പ്രവർത്തനങ്ങൾ രജിസ്ട്രാർ KS അനിൽകുമാർ നിയന്ത്രിച്ചു തുടങ്ങി.
KS അനിൽകുമാറിന്റെ ഫയൽ നോക്കാനുള്ള ഡിജിറ്റൽ ID ജീവനക്കാർ പുനഃസ്ഥാപിച്ചു. എന്നാൽ രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് VC-യുടെ നിർദ്ദേശം. വൈസ് ചാൻസലർ താൽക്കാലികമായി രജിസ്ട്രാറായി നിയമിച്ച ഡോക്ടർ മിനി കാപ്പന് ID നൽകുന്നത് ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ വിലക്കിയെന്ന ആരോപണവുമുണ്ട്. MG പ്രതീഷ് വീണ്ടും ചേരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, ഈ പ്രതിസന്ധി ഇങ്ങനെ തുടരുമ്പോൾ അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട്. ഒരു പ്രശ്നപരിഹാരം അടുത്തെങ്ങും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പോരാണ് എന്നതുകൊണ്ട് കൂടി. എന്താണ് നിലവിൽ സർവകലാശാലയിലെ അവസ്ഥ പ്രതീഷ്? ഉന്മേഷ്, കേരള സർവകലാശാലയിൽ വലിയ തരത്തിലൊരു ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഗുരുതരമായി ബാധിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ ഫയലിംഗ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ രജിസ്ട്രാർ സർവകലാശാല ക്യാമ്പസിൽ പ്രവേശിക്കരുതെന്ന് VC മോഹനൻ കുന്നുമ്മൽ കർശന നിർദ്ദേശം നൽകിയെങ്കിലും ആ നിർദ്ദേശം മറികടന്നുകൊണ്ട് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയിരുന്നു. മാത്രമല്ല ഈ ഫയലിംഗ് എല്ലാം തന്നെ VC-ക്ക് നേരിട്ട് അയക്കണമെന്ന നിർദ്ദേശമാണ് ഈ മോഹനൻ കുന്നുമ്മൽ നൽകിയത്. പക്ഷേ അതും മറികടന്നുകൊണ്ട് ഈ ഫയലിംഗ് നോക്കുന്നതിനുള്ള ഡിജിറ്റൽ സംവിധാനം ഉൾപ്പെടെ KS അനിൽകുമാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിലവിൽ 2 രജിസ്ട്രാർ, അതായത് ഈ ഡോക്ടർ മിനി കാപ്പൻ ഒപ്പം KS അനിൽകുമാർ, ഇവർ 2 പേരും രജിസ്ട്രാർ എന്ന പദവിയിൽ തുടരുകയാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ ഇതാര് ഇതിൽ ഒപ്പുവയ്ക്കും, അല്ലെങ്കിൽ ആര് നൽകുന്ന സർട്ടിഫിക്കറ്റിനാണ് മൂല്യമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഈ വിദേശത്തായിരുന്ന VC മോഹനൻ കുന്നുമ്മേൽ തിരിച്ചെത്തിയെങ്കിലും ഇന്നലെ സർവകലാശാലയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹം ഇന്ന് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു പോര്, അതായത് രജിസ്ട്രാർ VC പോര് ഒപ്പം സർക്കാർ ഗവർണർ പോര്, ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിന് പരിഹാരം എന്ത് എന്നതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം. ഈ VC-യെ മറികടന്ന് സർക്കാരിന് മുന്നോട്ട് പോയാലും അതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ചാൻസലർ അല്ലെങ്കിൽ ഗവർണറാണ്. ഗവർണർക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്നതാണ് സിൻഡിക്കേറ്റ് അവകാശപ്പെടുന്ന കാര്യം. ചാൻസലർ കൂടിയായ ഗവർണർ ഒരു തീരുമാനം എടുത്താൽ പോലും അത് കോടതിയിൽ സിൻഡിക്കേറ്റിനും സർക്കാരിനും ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെ ആ ഒരു പ്രതിസന്ധി അനന്തമായി നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് വിദ്യാർത്ഥികളെ തന്നെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമര കലുഷിതമാണ് സർവകലാശാലയും രാജ്ഭവനും. വലിയ പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പ്രധാനമായും VC മോഹൻ കുന്നുമ്മലിനെതിരെയും ഒപ്പം ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയുമാണ്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരാനാണ് ഒരു സാധ്യത. ഇക്കാര്യത്തിൽ ഒരു ഗവർണർ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യവും നിർണായകമാണ്. ഈ വിഷയത്തിൽ കാര്യമായൊരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ അത്തരത്തിലൊരു ഇടപെടലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഭരണ പ്രതിസന്ധി കേരള സർവകലാശാലയിൽ തുടരുകയാണ്. ഉന്മേഷ. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള പോര് യോഗത്തിൽ ചർച്ചയാകും. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരില്ലാത്ത പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടേക്കും. സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ച മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇടുക്കി ഉപ്പുതറയിൽ ആദിവാസികൾക്ക് അനുവദിച്ച ലൈഫ് ഭവന പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. വീടുകളുടെ പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുഴുവൻ തുകയും തട്ടി എന്നാണ് പരാതി. കണ്ണമ്പടി, വാക്കത്തി എന്നീ ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വഞ്ചിക്കപ്പെട്ടത്. ഉപ്പുതറ പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ആദിവാസികൾക്ക് അനുവദിച്ച 96 വീടുകളിൽ 27 എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. എന്നാൽ മുഴുവൻ തുകയും കരാറുകാർ വാങ്ങിയെടുത്തു. 6,25,000 രൂപയാണ് വീട് നിർമ്മിക്കാൻ നൽകുന്നത്. 1,00,000-ലധികം രൂപയുടെ പണി ബാക്കി നിൽക്കെയാണ് മുഴുവൻ തുകയും മാറിയെടുത്തത്. ഇപ്പൊ ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് ഇതിന്റെ വാസയോഗ്യമല്ല വീട്. അത് അതിന്റെ അകം മൊത്തം പൊടിഞ്ഞു താഴോട്ട് വീഴുന്ന വാർക്കയുടെ കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഇത് ചോർന്നൊലിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റെടുത്ത ആള് ആദിവാസികളെ ശരിക്കും കബളിപ്പിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മേൽക്കൂര ചോർന്നൊലിക്കുന്നു. ശുചിമുറിയിൽ ക്ലോസറ്റ് ഇല്ല. പ്ലംബിംഗ്, വയറിംഗ് ജോലികൾ പൂർണ്ണമല്ല. ജനലുകൾ വെക്കാത്ത വീടുകളുമുണ്ട്. പൈസ എല്ലാം അവര് കൃത്യം മേടിക്കുന്നുണ്ടായിരുന്നു. പൈസ ഭീമിന് പഞ്ചായത്തിൽ നിന്ന് പൈസ ഇടുകയും അന്നേരം എന്നെ വിളിക്കുകയും ഞാൻ പോയി പൈസ എടുത്തു കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. തേപ്പിൽ സിമെന്റ് ശലം കുറവൊന്നുമില്ല. അതാണ് ഭിത്തി അങ്ങനെ പൊട്ടാൻ കാരണം.
പൂർത്തിയായ വീടിന്റെ വാല്യുവേഷൻ എടുത്ത് അവസാന ബില്ല് നൽകേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയറും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമാണ്. പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിച്ച വീടുകൾ ട്രൈബൽ മേഖലയിൽ ഉൾപ്പെടെ പണികൾ പൂർത്തീകരിക്കാതെ ആളുകളെ കബളിപ്പിച്ച് അവിടെ നിന്ന് പൈസ മേടിച്ചു പോയ കാര്യങ്ങളും ഒക്കെയായിട്ട് ബില്ലുകൾ മുഴുവനും ഇവിടുത്തെ നിലവിലെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ട് സാഹചര്യമാണ് നിലവിലുള്ളത്. ഗുണഭോക്താക്കളായ ആദിവാസികൾ തന്നെയാണ് വീട് പണിയാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ചുമന്ന സ്ഥലത്തെത്തിച്ചതും. 24 ഇടുക്കി. CMRL മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മാധ്യമപ്രവർത്തകൻ MR അജയനാണ് ഹർജി നൽകിയത്. കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ T വീണയും കോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയതാണ്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ CBI അന്വേഷണ കാര്യത്തിൽ ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം പ്രതീക്ഷിക്കാമോ? അമൽ, ഉന്മേഷ്, തീർച്ചയായിട്ടും ഇന്ന് CBI അന്വേഷണത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകും. നേരത്തെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളെല്ലാം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും എതിരായിട്ടുള്ള മാസപ്പടി കേസ് അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും ചൂടുപിടിക്കുന്ന കാര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഈ MR അജയൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് SFIO ഈ ഒരു കേസിൽ ഇടപെടുകയും ഇതിനെ തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയും അതിൽ മുഖ്യമന്ത്രിയുടെയും മകൾക്കുമെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പലതരത്തിലുള്ള ബില്ലുകളും പെരുപ്പിച്ച് കാണിക്കുകയും അനധികൃതമായിട്ടുള്ള പല പണമിടപാടുകളും CMRലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും തമ്മിൽ നടന്നിട്ടുണ്ട് എന്ന് SFIOയുടെ ഭാഗത്തു നിന്ന് കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രതിപക്ഷവും അടക്കം ഈ ഒരു കേസിൽ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്ന് കേരള ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി പ്രകാരം CBIക്ക് ഈ ഒരു കേസ് വിടുമോ എന്നാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പൊതു താൽപര്യ ഹർജി ആയതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള തരത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരെല്ലാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ ഒരു കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. ഉന്മേഷ്, സ്മിത. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ. രാത്രിയോടെ തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാ നാളെ BJPയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്യും. പിന്നാലെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന BJP വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ കേരളം മിഷൻ 2025 അമിത്ഷാ പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റത്തിന് കോപ്പുകൂട്ടുന്ന BJPയുടെ സംഘടനാതല പ്രചാരണത്തിന് നാളെ ഔദ്യോഗിക തുടക്കം. രാവിലെ 11:30 പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന BJP വാർഡുതല പ്രതിനിധികളുടെ യോഗത്തിൽ കേരളം മിഷൻ 2025 അമിത്ഷാ പ്രഖ്യാപിക്കും. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ 5000 വാർഡ് പ്രതിനിധികൾ വീതം സമ്മേളനത്തിൽ പങ്കെടുക്കും. ബാക്കിയുള്ള 10 ജില്ലകളിലെയും വാർഡ് പ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ച് യോഗത്തിൽ വെർച്വലായും പങ്കെടുക്കും. ഒരു മിനിമം 25,000 30,000 ഫിസിക്കലി വരും. മൊത്തം എല്ലാ 14 ജില്ല നോക്കുമ്പോൾ, റവന്യൂ ജില്ല 30 ഓർഗനൈസേഷൻ ഡിസ്ട്രിക്ട് നോക്കുമ്പോൾ ഒരു മിനിമം ഞാൻ കണക്കാക്കുന്നത് ഒരു 80,000 80,000 പങ്കെടുക്കുമെന്നാണ്. അമിത്ഷാജിന്റെ മെസ്സേജ് കേൾക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഏറെ നാളായി സംസ്ഥാനത്തെ BJP പ്രവർത്തകർ കാത്തിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരമായ KG മാരാർജി ഭവൻ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തെ പരിപാടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4 മണിയോടെ അമിത്ഷാ മടങ്ങും വഴി കണ്ണൂരിലിറങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം നടത്തി രാത്രിയോടെ ഡൽഹിക്ക് പോകും. 24 തിരുവനന്തപുരം. ഇന്ത്യക്കാർക്ക് UPI ആപ്പ് വഴി UAE-യിലെ ഇടപാടുകൾ നടത്താൻ സൗകര്യമൊരുങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് UAE-യുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയായ ആനിയുമായി UPI ധാരണയിലെത്തി. ഇന്ത്യയുടെ തത്സമയ പേയ്മെന്റ് സംവിധാനമായ UPI UAE-യുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയായ ആനിയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതുവഴി ഇന്ത്യക്കാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മുഴുവൻ ഇടപാടുകളും നടത്താൻ സാധിക്കും. ഇന്ത്യൻ പ്രവാസികൾക്കും സന്ദർശകർക്കും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വേറിട്ടതും മികച്ചതുമായ യാത്രാനുഭവമാണ് ലഭിക്കുക എന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു.
നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തടസ്സമില്ലാത്ത സേവനം ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ ലഭ്യമാക്കാനായി UAE വ്യാപാര സ്ഥാപനങ്ങൾ, പേയ്മെന്റ് സൊല്യൂഷൻ ദാതാക്കൾ, ബാങ്കുകൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് NPCI ഇന്റർനാഷണൽ MDയും CEOയുമായ റിതേഷ് ശുക്ല വ്യക്തമാക്കി. Feedback is exciting. That's why, these opportunities have built up. Businesses here understand the importance of catering to Indian tourists. The numbers are growing by the day, as you see. So it's good for the small businesses and even for the established big groups like Dubai Duty Free, Lulu and all. So I think we have very, very strong and good response here in the market. 4 മാസത്തിനകം ദുബായിലെ ടാക്സികളിൽ UPI ഉപയോഗിച്ച് പണം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ, ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ മുൻനിര ഔട്ട്ലെറ്റുകളിൽ UPI വഴി പണമടയ്ക്കാൻ സാധിക്കും. 24 ദുബായ്. ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴയില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ജൂലൈ 31 അവസാനിക്കും. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 2025 ഫെബ്രുവരിയിലാണ് അനധികൃതമായി ഒമാനിൽ തുടരുന്ന തൊഴിലാളികൾക്ക് പിഴയില്ലാതെ വിസ പുതുക്കുന്നതിനും രാജ്യത്തു നിന്ന് തിരിച്ചു പോകുന്നതിനും അനുമതി നൽകിക്കൊണ്ടുള്ള ഗ്രേസ് പീരീഡ് ആരംഭിച്ചത്. ജൂലൈ 31 വരെ മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂവെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് 60 ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയാണ് 7 വർഷം മുൻപ് ലേബർ കാർഡുകൾ, കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിരിക്കുന്നത്. കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും അംഗീകൃത സേവന വിതരണ ചാനലുകളിലൂടെയും സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വിസ കാലാവധി കഴിഞ്ഞിട്ടും നിലവിൽ ഒമാനിൽ താമസിക്കുന്ന പ്രവാസികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ജൂലൈ 31 ശേഷം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ഒമാൻ. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ അടിയന്തര ഇടപെടൽ തേടി കെ രാധാകൃഷ്ണൻ MP ഇന്ന് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര തലത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച. വിഷയത്തിൽ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള 5 MPമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും കത്തയച്ചിരുന്നു. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം, ഈ ഇടപെടലുകൾ ഫലം കാണുമോ ബൽറാം? ഉന്മേഷ് സ്മിത, ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും ഒപ്പം തന്നെ മറ്റ് മനുഷ്യസ്നേഹികളും. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര ഇടപെടൽ ആവശ്യമാണ് എന്നുള്ള കാര്യം ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ദയാധനം നൽകാൻ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ്. എന്നാൽ അതിനുള്ള മാർഗങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം നിർവഹിക്കേണ്ടതുണ്ട് എന്ന ആവശ്യമാകും അദ്ദേഹം ഉന്നയിക്കുക. നേരത്തെ തന്നെ കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള 5 MPമാർ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും കത്ത് അയച്ചിരുന്നു. കൂടാതെ ഈ വിഷയത്തിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ കേസ് മെൻഷൻ ചെയ്തിരുന്നു, അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിഷയത്തിൽ ഇതുവരെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പരിമിതമായ ദിവസങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. എങ്കിൽ പോലും ഈ യമനിൽ മടങ്ങിയെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം, കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദയാധനം സംബന്ധിച്ചുള്ള ഒരു പാക്കേജ് നേരത്തെ തന്നെ ഈ കുടുംബത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം പേർക്കും അനുകൂലമായ ഒരു നിലപാടുണ്ട് എങ്കിൽ പോലും അവർ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. അത് സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടില്ല ഇതുവരെയും. എന്നാൽ അത് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും എന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്.
ഉന്മേഷ് മാസം 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവ് പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നത്. വയനാട്ടിൽ പ്രജീഷ് എന്ന യുവാവിനെ കടുവ കൊലപ്പെടുത്തിയ നാടാണ് വാഗേരി മൂടക്കൊല്ലി. നിലവിൽ കാട്ടാന ശല്യത്തിനൊപ്പം ഇവിടേക്കുള്ള റോഡിന്റെ ദുരവസ്ഥയും നാട്ടുകാർക്ക് ദുരിത ജീവിതമാണ് നൽകുന്നത്. പ്രജീഷിന്റെ മരണശേഷം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് മുടക്കൊല്ലിയിലേക്കുള്ള പാത. മൂടക്കൊല്ലിയിൽ കടുവാക്രമണത്തിൽ പ്രജീഷ് മരിച്ചതിനു ശേഷം രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും നീണ്ട നിര തന്നെ ഇവിടേക്കെത്തി. അവർ പല വാഗ്ദാനങ്ങളും ഈ നാടിന് നൽകി. അതിലൊന്നായിരുന്നു ഈ റോഡിന്റെ നവീകരണം. ഇപ്പോഴും അത് ജലരേഖയായി തന്നെ ശേഷിക്കുകയാണ്. എനിക്ക് മീൻ കച്ചവടമാണ്. വളരെ ഇടങ്ങാറാണ് ഈ റോഡിൽ കൂടെ പോകാൻ. പാതാളക്കുഴിയാണ്. റോഡ് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടികൾക്ക് പോലും പോകാൻ പറ്റില്ല. രാത്രി കാലങ്ങളിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് കാട്ടാന ശല്യം. വണ്ടികൾ പോലും ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടികൾ ഓടിയിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ ഇരട്ടി പണിയാണ് വരുന്നത്. അപ്പോൾ ഒട്ടുമുക്കാൽ ആൾക്കാർ വണ്ടികൾ സൈഡാക്കി ഇടുകയാണ്. പറഞ്ഞു മടുത്തതിന്റെ നിരാശയുണ്ട് ഈ നാടിന്. പകലിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ മടിക്കുന്ന പ്രദേശമായി മൂടക്കൊല്ലി മാറുകയാണ്. അത്രമാത്രം ദുരിതമാണ് ഈ റോഡ് നൽകുന്നത്. റോഡിലെ കൂറ്റൻ കുളങ്ങൾ താണ്ടി വേണം ഇവിടേക്കെത്താൻ. റോഡെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഹോസ്പിറ്റൽ കേസിട്ട് പോലും ഒരു വാഹനം വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. റോഡ് മുഴുവൻ കുഴിയാണ്. വണ്ടിയും കൊണ്ട് വന്നാലും വിഷമമാണ്. ബുദ്ധിമുട്ടുണ്ട് വഴി നന്നാക്കാത്ത കാരണം. വണ്ടിക്ക് ഭയങ്കര മെയിൻ്റനൻസ് പണി കൂടുതലാണ്. നമുക്ക് അതിൻ്റെ നടുവും നമുക്ക് പറ്റുന്നില്ല. പ്രജീഷിന്റെ മരണശേഷം ലഭിച്ച വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മികച്ച റോഡ്. 2023-ലാണ് പ്രജീഷിന്റെ മരണം. കാലം ഇത്രയായി, എന്നിട്ടും ഒരു നടപടിയുമില്ല. പ്രജീഷ് മരിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു പോയതല്ലാതെ അവർ വാക്ക് പാലിച്ചിട്ടില്ല. ഇപ്പോൾ രോഗികളെ ഈ വഴിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. രാത്രിയിൽ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. ആനയെ പിടിക്കണം, രണ്ടാമത് വഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. വോട്ട് ചോദിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെത്തും. അന്നുന്നയിക്കും നിങ്ങൾ എന്തു ചെയ്തുവെന്ന്. ഈ നാട്ടുകാർ ഇക്കാര്യം രോഷത്തോടെ പറയുന്നുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഇനിയും കായിക വാർത്തകൾ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ഒന്നാം സെമിയിൽ ലോക ഒന്നാം നമ്പർ യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെ നേരിടും. രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കരാസിന്റെ എതിരാളി ടൈലർ ഫ്രിറ്റ്സ് ആണ്. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോക ബാങ്കുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മലയാളിയായ ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ KC സക്കറിയയാണ് ഈ ദിനാചരണം ഐക്യരാഷ്ട്രസഭയോട് നിർദ്ദേശിച്ചത്. ജനസംഖ്യാ വർധന ഭൂമിയുടെ വിഭവങ്ങളെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ ക്രമാതീതമായ വളർച്ച ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. ഈ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനുമാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തീരുമാനിച്ചത്. മലയാളിയായ ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ KC സക്കറിയ ലോകബാങ്കിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് ഈ ദിനാചരണം നിർദ്ദേശിക്കുന്നത്. 1987-ൽ ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ സമയത്തായിരുന്നു അത്. നിലവിൽ ലോക ജനസംഖ്യ 823 കോടി കടന്നിരിക്കുന്നു. ഈ വർഷം 146 കോടി ജനങ്ങളുമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറി. ലോകത്തിലെ ജനങ്ങളെ ഉൾക്കൊള്ളാനും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും ഉറപ്പാക്കാനും ഓരോ രാജ്യവും വലിയ വെല്ലുവിളികളാണ് ഇന്ന് നേരിടുന്നത്. സുസ്ഥിരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് ജനസംഖ്യയുടെ വളർച്ചയെക്കുറിച്ച് ബോധവാന്മാരാകുകയും വിഭവങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കുകയും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നീതിയുക്തവും പ്രതീക്ഷാഭരിതവുമായ ലോകത്ത് തങ്ങൾ ആഗ്രഹിക്കും പോലുള്ള കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24. കൂടുതൽ വാർത്തകളിലേക്ക്.
മോർണിംഗ് ന്യൂസ് കടക്കുകയാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പുതുക്കിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിലെത്തും. കോടതി വിസ്താര സമയത്തെ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തതും ടൈറ്റിൽ മാറ്റി ജാനകി വി എന്നാക്കിയ പതിപ്പായിരിക്കും സെൻസർ ബോർഡിന്റെ മുന്നിലെത്തുക. രാമായണത്തിലെ സീതയുടെ മറ്റൊരു പേരായ ജാനകി എന്ന പേര് പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചാണ് സെൻസർ ബോർഡ് ചിത്രത്തിന് പ്രദർശന അനുമതി നിഷേധിച്ചത്. അമൽ സുരേന്ദ്രനുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അമൽ, ഈ കോടതിയുടെ നിർദ്ദേശമുണ്ട് 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണം ചിത്രത്തിന് എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയായിരിക്കും സെൻസർ ബോർഡ് പരിഗണിക്കുക അമൽ? ഉന്മേഷ്, ഏതായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സിനിമാ കേരളം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു. അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ വലിയ കൂട്ടായ്മകളെല്ലാം ഒരേ രീതിയിൽ ഐക്യദാർഢ്യവുമായിട്ട് സംവിധായകനും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെല്ലാം വേണ്ടിയിട്ട് സമരത്തിലേക്ക് പോലും പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിലാണ് പുതിയൊരു അപ്ഡേഷൻ ഇന്നലെ ഉണ്ടാകുന്നത്. അതായത് ഒരു രമ്യതയിലേക്ക് സെൻസർ ബോർഡും സിനിമയുടെ അണിയറ പ്രവർത്തകരും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിലേക്ക് ഈ ഒരു കാര്യം പോകുന്നതായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു സിനിമയുടെ സെൻസർ ബോർഡിനുമായിട്ട് വഴങ്ങിക്കൊണ്ട് ആദ്യം സെൻസർ ബോർഡ് പറഞ്ഞിരുന്നത് 98ഓളം കട്ടുകൾ ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ട്, പല ഭാഗത്തും മ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കടുംപിടുത്തമായിരുന്നു സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് 2 ഭാഗത്ത്, അതായത് ഈ ജാനകി എന്ന് പറയുന്നിടത്ത് ചില മാറ്റങ്ങൾ വരുത്തുക, ജാനകി എന്ന് പറയാതെ ജാനകി വി എന്നാക്കുക, മറ്റു ചിലയിടത്ത് മ്യൂട്ട് ചെയ്യുക, ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്യുക, എങ്ങനെ ഒരു അനുരഞ്ജനത്തിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗമായി 2 കട്ടുകളാണ് ഇപ്പോൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ ഈ സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തുവാനുള്ള നടപടികളുമായി അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ലാൽ മീഡിയയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു സിനിമയുടെ മാറ്റങ്ങളെല്ലാം നടത്തുവാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും എഡിറ്റേഴ്സിനും എല്ലാം സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ സിനിമയുടെ ടൈറ്റിൽ പറയുന്ന VFX ഭാഗത്തടക്കം പേര് മാറ്റി ജാനകി എന്ന് മാറ്റി ജാനകി വി എന്നാക്കി എന്നാണ് സിനിമയുടെ സംവിധായകൻ അടക്കം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ സെൻസർ ബോർഡിന് മുൻപാകെ പുതുക്കിയ സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പുതുക്കിയ പതിപ്പ് സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു ജാനകി എന്ന പേര് മാറ്റി ജാനകി വി ആക്കിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം, അതായത് മന്ത്രിമാരടക്കം ഒരു ട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കമ്പനികൾ പോലും ഇപ്പോൾ ജാനകി എന്ന് പറയുന്നതിന് വി ജാനകി കൂട്ടി പറയുന്നു, അവരുടെ പേരിനൊപ്പം വി കൂട്ടി പറയുന്നു. അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോൾ നിരയുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ജാനകി വേഴ്സസ് ഓഫ് കേരള എന്ന സിനിമയുടെ പ്രദർശനം അടുത്ത് തന്നെ ഉണ്ടാകും എന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. ഉന്മേഷ്, ശരി, അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. അതിനിടയിൽ ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അവിടെ വിലക്ക് ലംഘിച്ച് സർവകലാശാലയിൽ പ്രവേശിച്ച രജിസ്ട്രാർക്കെതിരെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന് ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഗുരുതരമായ ചട്ടലംഘനം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിനാണ് ഇതുമായി ബന്ധപ്പെട്ട BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ മുഖ്യപ്രതി നൌഷാദിനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകും. കൊല ചെയ്ത സുൽത്താൻ ബത്തേരിയിലെ വീട്ടിലും മൃതദേഹം കുഴിച്ചിട്ട ചേരമ്പാടിയിലെ വനമേഖലയിലും പഞ്ചസാര, ചാക്ക് എന്നിവ വാങ്ങിയ കടയിലും തെളിവെടുപ്പുണ്ടാകും. സമീർ സി മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഗുഡ് മോർണിംഗ്. ഈ ആത്മഹത്യ എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ഈ മുഖ്യപ്രതി നൌഷാദ്. ഇപ്പോഴും ഈ തെളിവെടുപ്പ് ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ്? മറ്റു വിവരങ്ങളും സമീർ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. തീർച്ചയായും ഈ പ്രതി ഇപ്പോഴും ഇത് കൊലപാതകമല്ല, ഇയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളത് ആവർത്തിക്കുകയാണ്. ഹേമചന്ദ്രനെ 1.5 വർഷം മുമ്പാണ് കോഴിക്കോട് മാനാട്ടിലെ ഒരു വാടക വീട്ടിൽ നിന്ന് കാണാതായത്. ഈ തിരോധാനമാണ് പിന്നീട് പോലീസ് കൊലപാതകമാണ് എന്ന് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ വിദേശത്തായിരുന്നു മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദ് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രതി ഇതേ കാര്യം ആവർത്തിക്കുമ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുകയാണ് പോലീസ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രതിയെ ഇന്ന് വിശദമായ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. ഏറ്റവും ആദ്യം കൊണ്ടുപോകുന്നത് ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ബത്തേരിയിലെ ഒരു വാടക വീട്ടിലേക്കാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ഹേമചന്ദ്രനെ അതിക്രൂരമായി കൊണ്ട് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ചേരമ്പാടിയിലെ വനമേഖലയിൽ കൊണ്ടുപോയി ഈ മൃതദേഹം സംസ്കരിച്ചത്. രണ്ടാമത് അവിടേക്കാണ് കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെയാണ് മൃതദേഹം സംസ്കരിക്കാനും അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുമായിക്കൊണ്ട് പഞ്ചസാര വാങ്ങുകയും അതുപോലെ തന്നെ ചാക്ക് വാങ്ങുകയും ചെയ്ത കട, ആ കടയിൽ എത്തിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. കൂടാതെയാണ് ഈ കൊലപാതകം നടത്തുന്നതിന് 2 ദിവസം മുമ്പ് ബാലുശ്ശേരിയിൽ എത്തിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യിച്ചു വെച്ചിരുന്നു. ഈ ഹേമചന്ദ്രനെ കൊണ്ടാണ് ഈ മുദ്രപത്രം വാങ്ങിപ്പിച്ചതും അതുപോലെ ആ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചതും. അത്തരമൊരു ഘട്ടത്തിൽ ബാലുശ്ശേരിയിലെ ഈ മുദ്രപത്രം വാങ്ങിയ ഇടത്തും ഈ പ്രതിയെ കൊണ്ടുവരും വിശദമായിട്ടുള്ള തെളിവെടുപ്പും ഉണ്ടാകും. പ്രതി ഇതേ കാര്യം ആവർത്തിക്കുമ്പോൾ കൃത്യമായി
ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കൊലപാതകമാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്ന ജ്യോതികുമാറിനെയും അതുപോലെ തന്നെ അജേഷിനെയും ഒപ്പം തന്നെ വൈശാഖ്, ഈ 3 പേരാണ് നിലവിൽ റിമാൻഡിൽ കഴിയുന്നത്. ഈ 3 പേരെ കൂടി വൈകാതെ തന്നെ കസ്റ്റഡി വാങ്ങുകയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഈ പ്രതികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 2 സ്ത്രീകൾക്കും പങ്കുണ്ട്. ഒരാൾ കണ്ണൂർ സ്വദേശിനിയാണ്. ആ സ്ത്രീയാണ് വയനാട്ടിലെ വീട്ടിൽ നിന്ന് സൗഹൃദം നടിച്ചുകൊണ്ട് ഹേമന്ത് ചന്ദ്രനെ വിളിച്ച് ഇറക്കുകയും പിന്നീട് ഈ പ്രതികളുടെ കരങ്ങളിൽ എത്തിക്കുകയും ചെയ്തത്. കൂടാതെ മറ്റൊരു വനിതയ്ക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4 പേരെ കൂടി വിശദമായിട്ട് ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഈ 2 യുവതികളെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുക. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ചേർത്തലയിൽ 5 വയസ്സുകാരന് അമ്മയുടെയും വല്യമ്മയുടെയും ക്രൂരപീഡനമെന്ന് പരാതി. കുഞ്ഞിന്റെ മുഖത്തും കഴുത്തിലും മുറിവുണ്ട്. കുട്ടിയെ ശിശുക്ഷേമ സമിതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കുട്ടിയെ അവിടെ LKG പഠിക്കുന്ന കുട്ടിയെ രണ്ടാനച്ഛനെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ PTA ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചേർത്തല പോലീസിൽ പരാതി നൽകുകയും രണ്ടാനച്ഛനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് റിമാൻഡിൽ പോയ സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുട്ടി ഒരു കടയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ രാഷ്ട്രീയമായി കുട്ടിയെ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കുട്ടിയുടെ കവിളത്തും അതേപോലെ കഴുത്തിനും മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ചറിഞ്ഞതിൽ വെച്ചിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ അമ്മ സ്കെയിൽ കൊണ്ട് കവിളിൽ അടിച്ചതാണെന്നും അതേപോലെ തന്നെ അമ്മയുടെ അമ്മുമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ച് പരിക്കേൽപ്പിച്ചതാണെന്നും പറയുകയുണ്ടായി. അതിനെ തുടർന്ന് അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിലെയും ചേർത്ത പോലീസിൽ നമ്മൾ അറിയിച്ചു. ഇപ്പോൾ നിരന്തരമായി ഈ കുട്ടി ഇങ്ങനെ വീട്ടിൽ ആക്രമിക്കപ്പെടുകയാണ്. രണ്ടാനച്ഛനെ ഉപദ്രവിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയും അമ്മൂമ്മയും ചേർന്ന് ഉപദ്രവിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഈ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടല്ലോ അല്ലേ അശ്വിൻ? ഉന്മേഷ്, എന്തായാലും ഈ പരാതിയിൽ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അമ്മയുടെ അമ്മയ്ക്കും എതിരെയാണ് ചേർത്തല പോലീസ് കേസെടുത്തത്. നമ്മളിപ്പോൾ ഈ ബൈറ്റിൽ സംസാരിച്ചത് ഈ കുട്ടി UKG പഠിക്കുന്ന സ്കൂളിലെ PTA പ്രസിഡന്റാണ്. ഇന്നലെ ഈ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ് ചായക്കടയിൽ എത്തിയപ്പോൾ അവിടെ പരിക്കുകളോടെ ഇരിക്കുന്ന കുട്ടിയെ കണ്ടെത്തുന്നത് കഴുത്തിലും ഒപ്പം മുഖത്തുമാണ് പാട്. മുഖത്ത് അമ്മ സ്കെയിലുകൊണ്ട് അടിച്ചതാണ് എന്നാണ് പറയുന്നത്. ഒപ്പം കഴുത്തിനടിയിലുള്ള പാട് അമ്മയുടെ അമ്മ കഴുത്ത് ഞെരിച്ചപ്പോൾ അതിന് നഖം കൊണ്ടുണ്ടായ പരിക്കാണ് എന്നും പറയുന്നുണ്ട്. തുടർന്ന് കുട്ടിയുമായി വിശദമായി ദിനൂപ് സംസാരിച്ചു. അതിലാണ് കഴിഞ്ഞ കുറെ നാളുകളായുള്ള ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി. കുട്ടിയെ ഇന്നലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കുട്ടിയുടെ രണ്ടാനച്ഛൻ, അതായത് അമ്മയുടെ രണ്ടാം ഭർത്താവ്, നിരന്തരമായി കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ PTA തന്നെ ഇടപെട്ട് ഈ കേസിൽ ഈ പരാതി കൊടുക്കുകയും ഈ രണ്ടാനച്ഛനെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അങ്ങനെ റിമാൻഡിൽ കഴിയുകയും ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അമ്മയുടെയും വല്യമ്മയുടെയും കീഴിലാണ് ഈ കുട്ടിയുള്ളത്. രാവിലെ അമ്മ ലോട്ടറി കച്ചവടക്കാരിയാണ്. കച്ചവടത്തിന് പോകുമ്പോൾ സ്കൂളിന് സമീപമുള്ള ഒരു ചായക്കടയിൽ ഇരുത്തിയിട്ടാണ് പോവുക. അങ്ങനെയാണ് ഇന്നലെയും സമാന സംഭവം ഉണ്ടാകുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതും. നിലവിലിപ്പോൾ അമ്മയ്ക്കും വല്യമ്മയ്ക്കുമെതിരെ ചേർത്തല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് ശിശുക്ഷേമ സമിതി അടക്കമുള്ള കൂടുതൽ ഇടപെടലുകൾ ഇതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടിക്ക് ഏറെ നാളുകളായി മർദ്ദനമേൽക്കുന്നുണ്ട് എന്ന് കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് നടപടിയെടുക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഉന്മേഷ്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് വളയനാടിന് സമീപം കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന വാർത്ത സമീർ സി മുഹമ്മദ് അറിയിക്കുന്നുണ്ട്. കൊമ്മേരിയിൽ റിയാസിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത്. കിണർ ഇടിഞ്ഞതോടെ സമീപത്തെ 4 വീടുകൾക്കും ഇത് ഭീഷണിയായിട്ടുണ്ട്. വീട്ടുകാരെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചു എന്ന വിവരമാണ് കോഴിക്കോട് വളയനാട്ടിൽ നിന്നുള്ള ഈ വാർത്ത. സമീർ സി മുഹമ്മദ് ഇപ്പോൾ നൽകുന്നുണ്ട്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇത് എപ്പോഴാണ് ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? രാത്രി 10:30 ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊമ്മേരി സ്വദേശിയായിട്ടുള്ള AK റിയാസിന്റെ വീട്ടിന്റെ മുറ്റത്താണ് ഒരു പൊതുകിണറുള്ളത്. ആ പൊതുകിണറാണ് വലിയ ശബ്ദത്തോടുകൂടി ഇടിഞ്ഞു താഴ്ന്നത്. 10 അടിയോളം താഴ്ചയിലേക്ക് അത് ഇടിഞ്ഞു താഴുകയായിരുന്നു. അതിനെ തുടർന്നാണ് വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത്. റിയാസിന്റെ വീട് അതുപോലെ തന്നെ സമീപത്തുള്ള മറ്റ് 4 വീടുകളുമായിക്കൊണ്ട് വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വെള്ളത്തിൽ വലിയ രീതിയിലുള്ള ഈ ശബ്ദമുണ്ടാവുകയും പിന്നീട് കിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തതോടുകൂടിയാണ് ഈ 4 വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക്
അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിക്കുകയും പിന്നീട് മീൻചന്ത ഫയർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് അവിടെ ഉണ്ടായിരുന്ന വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെയുള്ള 30 പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാം എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തുകയും അവിടെയുള്ളവരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയം ജിയോളജിക്കൽ വകുപ്പിനെ അറിയിക്കുകയും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും എന്നുമാണ് ഇപ്പോൾ അവിടുത്തെ വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. നിലവിൽ അപകടം ഈ വിധത്തിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമാണുള്ളത്. ആളുകൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു. എന്നാൽ എപ്പോൾ വേണമെങ്കിലും വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവിടുന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വീടിനോട് തൊട്ട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. അതിനാൽ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. വ്യാപക പ്രതിഷേധങ്ങൾക്കിടെ ഇത്തവണയും സ്പെയിനിലെ അതിപുരാതന നഗരമായ പാംപ്ലോണയിൽ ഫെർമിൻ ഫെസ്റ്റിവൽ ആരംഭിച്ചു. എന്താണ് ഈ ഫെർമിൻ ഫെസ്റ്റിവൽ എന്ന് നോക്കാം. വെള്ളയും ചുവപ്പും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് തെരുവുകൾ നിറയുന്ന പുരുഷന്മാർ, അവർക്കിടയിലേക്ക് പാഞ്ഞു കയറുന്ന കൂറ്റൻ കാളകൾ. പിന്നെ ഒരോട്ടമാണ്. സ്പെയിനിലെ പാംപ്ലോണ നഗരം അടുത്ത ഒരാഴ്ചക്കാലം ഇനി ഉണരുക ഈ ഓട്ടത്തിന് സാക്ഷ്യം വഹിച്ചായിരിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിസാഹസിക ആഘോഷം. ഓരോ കാളയോട്ടത്തിലും പങ്കെടുക്കുക 4000-ഓളം പേർ. ഇടുങ്ങിയ തെരുവിലൂടെയുള്ള ഓട്ടം ഏകദേശം 1 കിലോമീറ്റർ ദൂരം. അതിനിടയിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി ദ്രോഹം ഇവർ കാളകളോട് ചെയ്തിരിക്കും. പ്രകോപിതരാകുന്ന നാൽക്കാലികൾ തിരിഞ്ഞു കുത്തും, ചവിട്ടും, ആൾക്കൂട്ടത്തിലേക്ക് വിരണ്ടോടും. ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെയും മരണം സംഭവിക്കുന്നവരുടെയും എണ്ണത്തിന് കണക്കില്ല. അനൌദ്യോഗിക രേഖകൾ പ്രകാരം 15 പേർ മുൻവർഷങ്ങളിൽ കാളയോട്ടത്തിനിടെ ഇവിടെ പരിക്കേറ്റ് മരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഓട്ടത്തിൽ 5 പേർക്ക് സാരമായി പരിക്കേറ്റതായി സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. ഫെർമിൻ ഫെസ്റ്റിവൽ എന്ന പേരിലുള്ള ഈ ആഘോഷം ഈ മാസം 14 വരെ നീണ്ടു നിൽക്കും. എല്ലാ ദിവസവും ഘോഷയാത്രകൾ, കരിമരുന്ന് പ്രയോഗം, കാളപ്പോര്, ഫുഡ് ഫെസ്റ്റ് തുടങ്ങി സ്പെയിനിന്റെ ടൂറിസം കാലണ്ടറിലെ മുഖ്യ ഇനമാണ് പാംപ്ലോണ ഫെസ്റ്റിവൽ. സ്പെയിനിലെ പല നഗരങ്ങളിലും കാളയോട്ടവും കാളപ്പോരും നിരോധിച്ചു കഴിഞ്ഞെങ്കിലും പാംപ്ലോണയിൽ ജീവൻ പണയം വെച്ചുള്ള ആഘോഷം തകൃതിയായി, പൂർവാധികം ശക്തിയായി പുരോഗമിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ഇനി അറിയിപ്പുകൾ. കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഫോട്ടോ ജേർണലിസം കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അടിസ്ഥാന യോഗ്യത +2. തൊടുപുഴ ഉടുമ്പന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് നടക്കും. കൊച്ചിയിൽ അസാപ് കേരളയും ലിങ്ക് അക്കാദമി ഇന്ത്യയും ചേർന്ന് നടത്തുന്ന ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. +2 യോഗ്യതയുള്ളവർക്ക് അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രായോഗിക പരിശീലനം ലഭിക്കും. കാലടി സംസ്കൃത സർവകലാശാലയിൽ MA ഇംഗ്ലീഷ് സീറ്റിലേക്ക് ഒഴിവുണ്ട്. സ്പോട്ട് അഡ്മിഷൻ ഇന്ന് രാവിലെ 10:30-ക്കാണ്. കോട്ടയം ജില്ലാ ചെസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 13 വയസ്സിൽ താഴെയുള്ളവരുടെ ജില്ലാതല ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കും. ചെസ് ചാമ്പ്യൻഷിപ്പ് നാളെയാണ്. ഡാർക്ക് നെറ്റ് ലഹരി ഇടപാട് കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ, ഡിയോൾ എന്നിവരെയാണ് 4 ദിവസത്തേക്ക് NCB കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. 2 കേസുകളിലായാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 4 ദിവസത്തിനിടയിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനായി എന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വൃത്തങ്ങൾ പറയുന്നത്. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത് വിവരങ്ങളുമായി. അമൽ, അപ്പോൾ ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ ഇനി കൂടുതൽ ദിവസം കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുമോ, അതോ ഈ അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണോ ഇനിയുള്ള തീരുമാനം? അസ്മിത, ഏതായാലും നിലവിലുള്ള 2 കേസുകളിലാണ് കസ്റ്റഡിയിലേക്ക് വേണ്ടി 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വേണ്ടി ഈ 2 പ്രതികളെ NCBക്ക് കോടതി വിട്ടു നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ 2 കേസിലും ഉണ്ടായിരുന്ന ചില സംശയങ്ങൾ, അതായത് NCBയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഒരു ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം നടത്തി സമ്പാദിച്ച പണം അതെവിടെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തുടക്കത്തിലെ ഈ ഒരു കാര്യത്തിലൊക്കെ കുറച്ചധികം വ്യക്തതകൾ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് പല റിസോർട്ടുകളും ഇവരുടെ പേരിലായിട്ട് കേരളത്തിന്റെയും കേരളത്തിന് പുറത്തുമുള്ള പല ഭാഗങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എല്ലാം
നമുക്കറിയാം ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന നിലയിലടക്കം വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് മാത്രമല്ല വളരെ ഭീമമായൊരു തുക തന്നെ ഇവർ ഈ ഒരു ലഹരി കച്ചവടം വഴി സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുക എങ്ങോട്ടാണ് മാറ്റിയത്? അത് വഴി മാറ്റി ചെലവഴിച്ചോ അല്ലെങ്കിൽ അത് കൃത്യമായി എവിടെയെങ്കിലും മറ്റാരുടെയെങ്കിലും പേരിൽ നിക്ഷേപിച്ചിരിക്കുകയാണോ? ഇതിലെല്ലാം NCBക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംശയങ്ങളുടെ എല്ലാം നിവാരണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതികളെ, പ്രത്യേകിച്ചും എഡിസൺ അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഒരു 3 ദിവസത്തെ കസ്റ്റഡിയിൽ തന്നെ വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മർമ്മപ്രധാനമായ പല വിവരങ്ങളും NCBക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള ഇവരുടെ ലഹരി കച്ചവടത്തിന്റെ ഇവരുമായിട്ട് ലഹരി ഇടപാടിന് വേണ്ടി ഇടപെട്ടവരാരൊക്കെയായിരുന്നു, ഇവർക്ക് എവിടെ നിന്നെല്ലാം ലഹരി ലഭിച്ചു എന്ന കാര്യത്തിലും NCBക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്ക് ഇവർ ലഹരി കടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ ഒരു വിഷയങ്ങളിലും NCB ഒരു കൂടുതലായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പ്രതികളിൽ ഒരാളുടെ ഭാര്യയായിട്ടുള്ള അഞ്ജുവിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ അഞ്ജുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നില്ല. അപ്പോൾ ഡിയോളിനെയും എഡിസണെയുമായിരുന്നു നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. മറ്റൊരു പ്രതിയുടെ ഭാര്യയായിട്ടുള്ള അഞ്ജുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള, അതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സ്മിത, അമൽ, ഇപ്പോൾ ഈ കണ്ണികൾ മുഴുവൻ പിടിയിലായി കഴിഞ്ഞോ? ഉന്മേഷ്, എന്തായാലും കേസിന്റെ ഈ ഒരു ഘട്ടത്തിൽ കണ്ണികൾ മുഴുവൻ പിടിയിലായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ എഡിസൺ പിടിയിലായി എന്നൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഡാർക്ക് നെറ്റിന്റെ ഒരു സബ്വേഷനിൽ വേറൊരു വെബ്സൈറ്റിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത, ഒരു മെസ്സേജ് അന്ന് വലിയൊരു വാർത്തയായി തീരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രകാരം എഡിസൺ പിടിയിലായിരിക്കുന്നു, ബാക്കി എല്ലാവരും തെളിവുകളെല്ലാം നശിപ്പിച്ചു. അതായത് ഈ ലഹരി വാങ്ങിയതിന്റെ തെളിവുകൾ എന്തെങ്കിലും ഒരു ഡ്രാഫ്റ്റ് ഫോമിൽ കയ്യിലുണ്ടെങ്കിൽ അത് കത്തിച്ച് ചാരമാക്കി വെള്ളത്തിൽ കളക്കി കളയണം എന്നടക്കം വരെ ഉള്ള രീതിയിൽ പോലും മെസ്സേജുകൾ കൈമാറുന്ന ഒരു സ്ഥിതി ഈ ലഹരി കാർട്ടലിന്റെ ഇടയിൽ തന്നെ ഉണ്ടായതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇനിയും കണ്ണികൾ ഉൾപ്പെടാനുണ്ട്. ഡാർക്ക് നെറ്റ് വഴി നിരവധിയായിട്ടുള്ള ലഹരി കച്ചവടം കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര മാഫിയയുടെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ഒരു കണ്ണികളിലേക്കെല്ലാം എത്തിപ്പെടാൻ ഒരു പക്ഷേ അധിക സമയം ആവശ്യമായിരിക്കും. പക്ഷേ ഇവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും വളരെ വ്യാപകമായിട്ട് ഇവരുമായി അടുത്ത് നിന്ന് ലഹരി കച്ചവടം നടത്തുന്ന, അല്ലെങ്കിൽ ലഹരിയുടെ വിപണനവും വാങ്ങലും വിൽക്കലും നടത്തുന്നവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ NCBക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ഇനിയും കണ്ണികൾ കൂടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുടെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ജൂലൈ 14 തുടങ്ങുമെന്ന് നാസ. ശുഭാംശുവിനൊപ്പം സംഘത്തിലുള്ള മറ്റ് 3 പേരും ഒരുമിച്ച് മടങ്ങും. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അവതരിപ്പിച്ച മഹാരാഷ്ട്ര പബ്ലിക് സെക്യൂരിറ്റി ബിൽ നിയമസഭ പാസാക്കി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മാവോയിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കുന്നതായി മുഖ്യമന്ത്രി. രാഷ്ട്രീയ പ്രവർത്തകർ 75 വയസ്സായാൽ വിരമിക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ. പ്രധാനമന്ത്രി എപ്പോൾ വിരമിക്കുമെന്ന് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത്. മധുരയിൽ കന്നുകാലികളുമായി പ്രതിഷേധ മാർച്ച് നടത്തി നാം തമിഴർ കക്ഷി. ക്ഷീരകർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ JNU സന്ദർശനത്തിനിടെ വിദ്യാർത്ഥി പ്രതിഷേധം. അന്വേഷണം പ്രഖ്യാപിച്ച് സർവകലാശാല അധികൃതർ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കനക്കും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഞായറാഴ്ച 8 ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, ഇടവിട്ട് മഴയുണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് വരുന്നു, നാളെ മുതൽ വീണ്ടും സജീവമാകും മഴ എന്ന്. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്?
ഉന്മേഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നാളെ മുതൽ മഴ കനക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും വടക്കൻ കേരളത്തിലായിരിക്കും വരുന്ന 3 ദിവസം മഴ കൂടുതൽ ശക്തമാകുന്നത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. പക്ഷേ നാളെ 4 ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. അത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റന്നാൾ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ മറ്റന്നാൾ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 8 ജില്ലകളിലാണ് മറ്റന്നാൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. നിലവിൽ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഉന്മേഷ. ശരി, MG പ്രതീഷാണ് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ വിലക്ക് ലംഘിച്ച് സർവകലാശാലയിൽ പ്രവേശിച്ചതിനെതിരെ പരാതി നൽകി BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഗുരുതരമായ ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VC-ക്ക് കത്ത് നൽകിയത്. MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, സർവകലാശാലയിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം ഫയൽ നോക്കാൻ തുടങ്ങിയിരുന്നു രജിസ്ട്രാർ. ആ ഫയലുകൾ എടുക്കരുതെന്ന് VC പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ അടുത്തൊരു നടപടിയിലേക്ക് സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സ്മിത, കേരള സർവകലാശാലയിൽ VC-യും രജിസ്ട്രാറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് BJP സിൻഡിക്കേറ്റ് അംഗം വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർക്കെതിരെ പരാതി നൽകിയത്. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ കേരള സർവകലാശാലയിൽ അനധികൃതമായി എത്തി എന്നതാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നതാണ് BJP സിൻഡിക്കേറ്റ് നൽകിയ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. സർവകലാശാലയുടെയും വിദ്യാർത്ഥികളുടെയും രേഖകൾ നശിപ്പിക്കാനോ കടത്തിക്കൊണ്ടുപോകാനോ സാധ്യതയുണ്ട് എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സർവകലാശാലയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അമ്പെ പരാജയപ്പെട്ടു എന്നതാണ് മറ്റൊരു പരാതി. കാരണം ഈ രജിസ്ട്രാറെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുതെന്ന് VC കർശന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല എന്നും അതിനെതിരെ നടപടി വേണമെന്നതാണ് പ്രധാനമായും പറയുന്നത്. കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷാ സംവിധാനം കേരള സർവകലാശാലയിൽ ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി BJP സിൻഡിക്കേറ്റ് അംഗം നൽകുന്നുണ്ട്. ഒപ്പം സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ച രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ ഉചിതമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP സിൻഡിക്കേറ്റ് ഇപ്പോൾ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമലിന് കത്ത് നൽകിയിരിക്കുന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത ജയസിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നഷ്ടപരിഹാരം നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയാണ് പരിഗണിക്കുക. ഹർജി വൈകിയതിൽ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ വിശദീകരണം നൽകും. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുകയായ 7 ലക്ഷം രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെച്ചുവെന്നും സർക്കാർ അറിയിക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കോഴിക്കോട് ജില്ലയിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ളത് 116 പേർ. നിപ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 499 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. മലപ്പുറം ജില്ലയിൽ 203 പേരും, പാലക്കാട് 178 പേരും, എറണാകുളത്ത് 2 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. സമീർ C. മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് നിലവിലെ സാഹചര്യം? സമീർ. ഉന്മേഷ്, സ്മിത, നിപ ഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റിയത്. അവരിപ്പോഴും ICUവിലാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അവരുടെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറം മങ്കടയിൽ മരിച്ച ആ യുവതി, അവരുമായിട്ടുള്ള സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ടുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 499 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും അധികം പേരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത്
ഏറ്റവും അധികം പേർ എന്ന് പറയുമ്പോൾ 203 പേരാണ് അവിടെയുള്ളത്. 178 പേർ പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ 116 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. എറണാകുളത്ത് 2 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 2 പേരാണ് ICUവിൽ കഴിയുന്നത്. 11 പേർ ചികിത്സയിലുണ്ട്. അതിൽ 2 പേർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരിപ്പോൾ ICUവിലാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന കണക്കനുസരിച്ച് ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽ പെടുന്ന 29 പേരുണ്ട്. അതുപോലെ തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിൽ 117 പേരുണ്ട് എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 56 ഫലങ്ങൾ നെഗറ്റീവാണ് എന്നുള്ളതാണ്. അതിലേറ്റവും അധികം ഫലങ്ങൾ വന്നത് മലപ്പുറത്തു നിന്നാണ് എന്നുള്ളതും ആശ്വാസം നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മങ്കട സ്വദേശിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ 4 പഞ്ചായത്തുകളിലെ 20 വാർഡുകളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നു. അതിലിപ്പോൾ ഇളവ് നൽകിയിട്ടുണ്ട്. അത് കൂടുതൽ പോസിറ്റീവ് കേസുകളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും ആശങ്ക തുടരുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ആ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിന് പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പരീക്ഷയിൽ യോഗ്യത നേടിയ 76,230 പേരിൽ 67,505 പേർ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 5ാം റാങ്കുകാരനായ തിരുവനന്തപുരം കവടിയാർ സ്വദേശി ജോഷുവ ജേക്കബ് തോമസ് പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്താണ്. പഴയ ലിസ്റ്റിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനായിരുന്നു 1ാം റാങ്ക്. പുതിയ ലിസ്റ്റിൽ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥിയായ ഷിനോജ് 7ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടു. പുതുക്കിയ ലിസ്റ്റിൽ ആദ്യ 100-ൽ 21 സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇടം പിടിച്ചത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, കോടതി വിധി തിരിച്ചടിയായതോടെയാണ് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. റാങ്കുകളിൽ വന്നിരിക്കുന്ന മാറ്റം, മറ്റു വിവരങ്ങൾ പ്രതീഷ്. ഉന്മേഷ്, പുതിയ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടുകൂടി തന്നെ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ താഴേക്ക് തഴയപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ റാങ്ക് പട്ടികയിൽ ഇടം നേടിയ പല വിദ്യാർത്ഥികളും പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കോടതിയിൽ നിന്നുൾപ്പെടെ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി വൈകി സർക്കാർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിലും പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അപ്പോൾ വന്ന മാറ്റം പ്രത്യേകിച്ച് സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കുണ്ടായ തിരിച്ചടിയാണ്. കാരണം ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ 43 വിദ്യാർത്ഥികളാണ് ആദ്യ 100 റാങ്കുകളിൽ സംസ്ഥാന സിലബസിൽ നിന്ന് ഇടം നേടിയിരുന്നത്. പക്ഷേ പഴയ ഫോർമുല പ്രകാരം വീണ്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 43 പേർ എന്ന എണ്ണം 21 ചുരുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ കുട്ടികളും മറ്റ് പുറകിലെ റാങ്കിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ എറണാകുളം സ്വദേശിയായ ഷിനോജിനായിരുന്നു 1ാം റാങ്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസിനാണ് 1ാം റാങ്ക്. ആദ്യ പട്ടികയിൽ 5ാം റാങ്കുകാരനായിരുന്നു ജോഷുവ. പക്ഷേ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നതോടുകൂടി തന്നെ അത് 1ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞത് ഈ പ്രവേശന നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് എന്നതാണ്. പക്ഷേ ഈ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി തന്നെ പുതിയ ഫോർമുല ഈ വർഷം നടപ്പാക്കരുതെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് പുതിയ പരിഷ്കരിച്ച മാർക്ക് ഏകീകരണ ഫോർമുലയുമായി സർക്കാർ മുന്നോട്ട് പോയതും തിരിച്ചടി നേരിട്ടതും. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ കാണാം. SKN ചേരുന്നു. നമസ്കാരം.